ഹേ ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എങ്ങനെ ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ ഞാൻ. അപ്പോൾ ഞാനിതാ തറവാട്ടിൽ പോകുന്ന കേട്ടോ. തറവാട് മീൻസ് ഉമ്മച്ചീൻ്റെ വീട്ടിൽ പോകണം. മാനന്തവാടി ആട്ടോ ഉമ്മച്ചീൻ്റെ വീട്. മാനന്തവാടി തവിഞ്ഞാൽ 44 എന്ന് പറയുന്നിടത്താട്ടോ. അവിടെ ഒരു മക്കാമുണ്ട്. അവിടുത്തെ മക്കാം ഉറൂസാട്ടോ നാളെ മറ്റന്നാളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകുന്നത് ഞങ്ങൾ. അങ്ങനെ ഇതാ ഞാനും ഉമ്മച്ചിയും ചക്കു ലാല എല്ലാവരും ഉണ്ട്. ഇപ്പച്ചി എന്നെ സ്കൂട്ടറിലാട്ടോ വരുന്നത്. കാറിൽ കുറേ ലഗേജ് ഉണ്ട്. അപ്പോൾ ഉപ്പച്ചിക്കും കൂടെ അതിൽ വരാൻ പറ്റില്ല. പിന്നെ അനിയനാണ് ഞങ്ങൾ പിക്ക് ചെയ്യാൻ വന്നത്. എനിക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ അനിയൻ വരണം. ഓ വന്നാൽ എനിക്ക് വണ്ടി കൈ വിട്ടിട്ടുള്ളൂ. ഉപ്പച്ചി എനിക്ക് വണ്ടി തിരിയേയില്ല, ഭയങ്കര പേടിയാട്ടോ. എന്താണോ ഞാൻ ഓടിക്കുന്നത് കൊണ്ടിരിക്കും. ഇവനാകുമ്പോൾ ധൈര്യത്തോടെ തരും. അങ്ങനെയാണ് ഓനെ വിളിച്ച് കയറ്റിയത്. പക്ഷെ നോക്കുമ്പോൾ ഫുള്ള് ലഗേജ് ആയതിനെക്കൊണ്ട് എനിക്ക് ഓടിക്കാൻ പറ്റിയില്ല കേട്ടോ. കുഴപ്പമില്ല, നമുക്ക് ഓടിക്കാം. അങ്ങനെ ഞങ്ങളത് ആ പാട്ടൊക്കെ വെച്ച് ചില്ല് ചെയ്തിട്ട് എനിക്ക് വണ്ടി കയറി അപ്പോൾ പാട്ട് കേൾക്കണം. അതെനിക്ക് എന്തൊക്കെയൊക്കെയോ ഒരിടങ്ങാറ്. പാട്ട് കേട്ടാൽ നല്ല ഇങ്ങനെ പോലെ പാട്ട് കേട്ടിട്ട് അപ്പോൾ പാടും വേണ്ട. അറിയുന്ന പാട്ട് മാത്രമേ വെക്കുള്ളൂ, അറിയാത്ത പാട്ടൊന്നും ഞാൻ വെക്കില്ല കേട്ടോ. ഞാനും എൻ്റെ കെട്ടുവിനും എപ്പോഴും തല്ലിടുന്നത് കാര്യം ഞാൻ പാട്ട് വെച്ചാൽ മാറ്റിക്കൊണ്ടിരിക്കും. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മാത്രമേ വെക്കുള്ളൂ. അത് ചിലപ്പോൾ വലിയ സമയം നടുവിലാണെങ്കിൽ ആ നടുവത്തെ മാത്രമേ വെക്കും കേട്ടോ. പിന്നെ ലാലക്കും ഭയങ്കര ഇഷ്ടമായിട്ട് പാട്ടൊക്കെ കേൾക്കുന്നത്. ഓളും പാട്ട് ഇട്ടാൽ തുള്ളൊക്കെ വെച്ചാൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഞാൻ പാട്ടിലിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒരു ഇത് കാണിച്ചപ്പോൾ ചക്കു അതുപോലെ കാണിക്കട്ടോ. ഞാൻ എന്താ കാണിച്ചു നോക്കിയിട്ട് അതേപോലെ കാണിക്കും. നല്ല രസം, എനിക്ക് ക്യൂട്ടായിട്ട് തോന്നി കേട്ടോ. പിന്നെ ഞങ്ങളത് ആ സ്ഥലത്തെത്തിയിട്ടോ. ഇതാട്ടോ 44. മാമന് ഇവിടെ ചെറിയൊരു കടയൊക്കെ ഉണ്ട് കേട്ടോ. ഞങ്ങളിങ്ങനെ വന്നാലും ഇവിടെ പോയി മുട്ടായി കറികളൊക്കെ വാങ്ങി. അമ്ന സ്റ്റോർ കേട്ടോ, ഒന്ന് പൂട്ടിയിരിക്കുക കേട്ടോ. അങ്ങനത്തെ ഉപ്പച്ചി ഒക്കെ ഇവിടെ ഉണ്ട് കേട്ടോ. പിന്നെ അപ്പോൾ ഞങ്ങൾ അവിടുന്ന് കുറച്ച് സംസാരിച്ചൊക്കെ ഞങ്ങൾ തറവാട്ടിൽ പോയി അവിടുന്ന് പായസമൊക്കെ കഴിച്ച് ഞങ്ങൾ തിരിച്ച് പോവാട്ടോ. അപ്പോൾ ആൻറ്റിയെ പിക്ക് ചെയ്യാൻ വന്നു കേട്ടോ. തറവാട്ടിൽ വേറെയും വിരുന്നുകാരെല്ലാം കൊണ്ട് ഞങ്ങൾക്ക് അവിടെ നിൽക്കാൻ സ്ഥലമല്ല ഗൈസ്. അപ്പോൾ ഞങ്ങൾ വെച്ച് ആൻറ്റീൻ്റെ അടുത്തേക്ക് വരാം. അങ്ങനെ ആൻറ്റി ഞങ്ങളെ കൂട്ടാൻ വന്ന് പോവാട്ടോ. പോകുന്ന വഴിക്ക് സാധനങ്ങളൊക്കെ വാങ്ങി ചിക്കൻ വാങ്ങാൻ പോയിട്ട് ചിക്കൻ വാങ്ങാൻ പോയപ്പോൾ ഞാൻ ഒരു സാധനം കണ്ട് ഗൈസ്, നിങ്ങൾക്കും കാണിച്ചു തരാം കേട്ടോ. ഇത് കണ്ടോ, ഇത് ഞാൻ കരുതി അത് താറാവ് മുട്ടയാണ് കേട്ടോ. ആൻറ്റിയും വിചാരിച്ച് താറാവ് മുട്ടയാണ് കേട്ടോ. പക്ഷേ താറാവ് മുട്ടയല്ല ഗൈസ്, ഇത് കോഴിമുട്ടയാണ്. ഇത്ര കോഴിമുട്ട, എന്തൊരു വലിയ കോഴിമുട്ട. ഞാൻ